അവർ പിടിക്കുന്ന വോട്ടുകൾ LDF-ൻ്റെതായിരിക്കും, ബഹുഭൂരിപക്ഷം വോട്ടുകളും. വോട്ടെത്ര കിട്ടുമെന്നുള്ള പ്രവചനമൊന്നും ഞങ്ങൾ നടത്തേണ്ട കാര്യമില്ല. ഐക്യമുന്നണിയുടെ അടിത്തറയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. ബാധിക്കാൻ പോകുന്ന LDF-നെ ആയിരിക്കും. സലിമടവൂർ, അൻവറിനോട് നിങ്ങൾ അകലം പാലിക്കുന്നു, പിണറായി വിജയൻ ചതിയൻ, വഞ്ചകൻ എന്നൊക്കെ പേര് പറയാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുമുണ്ട്. പക്ഷേ വോട്ട് പിടിക്കുമെന്നാണ് പേര് പറയുന്നത്. ഇവിടെ അൻവറിനെ വിളിച്ചിറക്കി തങ്ങൾ സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചിറക്കി എല്ലാ സ്ഥലത്തും കൊണ്ടു നടന്ന് അവസാനം അദ്ദേഹത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അൻവറിനെ യാതൊരു തരത്തിലും അടുപ്പിക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ശ്രീ എം വി രാഘവൻ ഒരു ജീവിതകാലം മുഴുവൻ ശ്രീ കരുണാകരനെയും കോൺഗ്രസിനെയും എതിർത്ത വ്യക്തിയായിരുന്നു. കണ്ണൂർ ജില്ലയിൽ എല്ലാ അക്രമങ്ങൾക്കും നേതൃത്വം കൊടുത്തത് ഒരു കാലത്ത് എം വി രാഘവനായിരുന്നു. ആ എം വി രാഘവൻ CPI-ൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒരു രാഷ്ട്രീയ അഭയം അത് കോൺഗ്രസ് കൊടുത്തു. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു, അഴീക്കോട് സീറ്റ് കൊടുത്തു, അങ്ങനെ അദ്ദേഹത്തിന് മന്ത്രിയാക്കി അഭയം കൊടുത്തു. ഇന്നത്തെ കോൺഗ്രസ് അങ്ങനെ ആളുകളെങ്ങനെ ചൂണ്ടയിട്ട് ചാടിക്കുക, എന്നിട്ട് അദ്ദേഹത്തെ തെരുവിലേക്ക് ഇനി വേണ്ടെങ്കിൽ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ 9 വർഷമായിട്ട് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു. ആര്യാടന വികസന പദ്ധതികളൊന്നും തുടരാൻ കഴിയാത്ത ഒരു പരാജിതനായ MLA ആയിരുന്നുവെങ്കിൽ എന്തിനാ പാതിരാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ക്ഷണിക്കാൻ പോയത്? UDF-ലേക്ക് വിളിക്കാൻ ഒരു രാജ്യത്തിനെ മാറ്റി നിർത്തട്ടെ. ഒന്നിനും കൊള്ളാത്തൊരു MLA ആയിരുന്നു. എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിന് കാല് പിടിക്കാൻ പോയത്? അദ്ദേഹമായിട്ട് ചർച്ച നടത്തി നിരന്തരമായിട്ട് എന്തിനാണ് അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കാൻ പോയത്? ഇതൊക്കെ നിങ്ങൾ ചെയ്തത് അദ്ദേഹം ഈ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തണലിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള വികസനത്തിന് അദ്ദേഹം എന്തോ ചെയ്തു എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകെ പോയത്. നിങ്ങൾ ഒന്നുകിൽ തള്ളുക അല്ലെ കൊള്ളുക. നിങ്ങൾ ഒരു ഭാഗത്ത് അദ്ദേഹത്തെ മാടി വിളിക്കുക, മറുഭാഗത്ത് വേണ്ട എന്ന് പറയുക. ഒരു വ്യക്തമായ നിലപാടില്ല. അതുകൊണ്ട് ശ്രീ അൻവറിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, ശ്രീ അൻവറിനെ രാഷ്ട്രീയമായിട്ട് നേരത്തെ പിന്തുണച്ച ആളുകൾ ഈ കൊടുംചതി ഒരാളെ വിളിച്ചിറക്കിയിട്ട് പെരുവഴിയിലാക്കുന്ന ആ ചതിക്കെതിരെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ വോട്ടല്ലേ അൻവറിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ വോട്ടെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് തന്നെ കിട്ടും. അതല്ലേ പറയുന്നത് ഇടതുപക്ഷം ജയിക്കും. ആ വോട്ട് ഞങ്ങൾക്ക് തന്നെ കിട്ടും. ഞങ്ങളുടെ വോട്ട് ഒന്നും പോകില്ല. ഈ ചതി കണ്ടിട്ട് അൻവറിനെ ഉപേക്ഷിക്കും. അദ്ദേഹം UDF അങ്ങനെയല്ലേ ചെയ്ത് അദ്ദേഹത്തിന്റെ വോട്ട്, അദ്ദേഹം പിടിക്കാൻ പോകുന്ന വോട്ട് UDF-ന്റെ വോട്ടായിരിക്കും. UDF-ന്റെ അണികളെ വോട്ടാണ് അദ്ദേഹം പിടിക്കുക. ഇടതുപക്ഷത്തിന് എന്തിനാണ് വോട്ട് പിടിക്കുന്നത്? ഇടതുപക്ഷത്തെ അദ്ദേഹം തള്ളി പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. ഇടതുപക്ഷത്തിന്റെ വോട്ട് അവിടെ തന്നെ ഉണ്ടാവും. അദ്ദേഹത്തെ ചൂണ്ടയിട്ടുകാൻ പുറത്തേക്ക് ചാടിച്ച് ഞങ്ങൾ പിന്തുണ തരാൻ സംരക്ഷിക്കും. ഈ അൻവറിനെ ആര് ചൂണ്ടയിട്ട് ചാടിച്ചതാണ്? അൻവറിനെ ആര് ചൂണ്ടയിട്ട് ചാടിച്ചതാണ്? ഇടതുപക്ഷത്തിന് പോകുന്ന സമയത്ത് ഐക്യ ജനാധിപത്യ മുന്നണി അദ്ദേഹമായിട്ട് സംസാരിച്ചു, അദ്ദേഹത്തിന് പ്രതീക്ഷ കൊടുത്തു. അങ്ങനെയല്ലേ അദ്ദേഹത്തെ അടുപ്പിച്ച് നിർത്തിയത്? ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സഖ്യം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കുമെന്ന് ആദ്യം പറഞ്ഞു. അദ്ദേഹത്തിന് എല്ലാ വാക്കുകളും കേൾക്കുമെന്ന് പറഞ്ഞു. അവസാനം ഒരു സുപ്രഭാതത്തിൽ പ്രതിപക്ഷ നേതാവ്, അതല്ലേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, പ്രതിപക്ഷ നേതാവ് ചതിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ ചതിയനാണെന്നാണ് പറയുന്നത്. അപ്പൊ ചതിയനെ ആര് ചതിച്ചാൽ നിങ്ങൾക്ക് എന്താണ്? ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വോട്ടും അൻവറിന്റെ കൂടെ പോകില്ല. കാരണം അത് രാഷ്ട്രീയ വോട്ടുകൾ ഇവിടെ തന്നെ നിൽക്കും. എന്തെങ്കിലും അൻവറുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുള്ളവർക്ക് ഇപ്പൊ UDF ചെയ്ത വലിയ ചതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവരെ ഇടതുപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്യും. ഞങ്ങളാണ് ചതിച്ചത്. ഞങ്ങളാണോ സുജിത് ദാസിനെ ഇവിടെ SP ആയിട്ട് വിട്ട് അൻവറിന് പണി കൊടുത്തത്? ഞങ്ങളാണോ MR അജിത് കുമാറിന് എല്ലാ നിർദ്ദേശങ്ങളും നൽകി അൻവറിന്റെ നിലപാടെടുക്കാൻ തീരുമാനമെടുത്തത്? അൻവർ തുടങ്ങിയത് എനിക്ക് മനസ്സിലാകുന്നിടത്തോളം CPM-ന്റെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് അൻവർ ഈ എല്ലാ അട്ടഹാസങ്ങളും തുടങ്ങിയത്, എല്ലാ പരാമർശങ്ങളും നടത്തി തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിനെതിരായിരുന്നു, മുഖ്യമന്ത്രിയോട് പോലും അദ്ദേഹത്തിന് ആരാധനയായിരുന്നു. പിന്നീട് അത് പിണറായി സത്തിൽ എത്തിച്ചേർന്നതാണ്. ഞങ്ങൾ ആരെയും വിളിച്ചിറക്കിയിട്ടില്ല. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ, പ്രത്യേകിച്ച് CPM-ന്റെ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ നിലപാടെടുത്ത മുഴുവൻ നേതാക്കളെയും സംരക്ഷിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. MV രാഘവൻ കോൺഗ്രസിന്റെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒരു കാലഘട്ടത്തിൽ CPM-ന് വേണ്ടി ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആളാണ് MV രാഘവൻ. KR ഗൗരിയമ്മ, അതിനുശേഷം അന്ന് MV രാഘവനൊപ്പം പുറത്തിറങ്ങി വന്ന CP ജോണിനെ പോലെയുള്ള ആളുകൾ ഇന്നും UDF-ന്റെ നട്ടെല്ലാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുന്നണിയുടെ നിലപാടുകൾക്കൊപ്പം നിന്ന, ഞങ്ങളുടെ പാർട്ടിയോട് മാന്യമായി, ഞങ്ങളുടെ മുന്നണിയോട്, പാർട്ടി എന്നുള്ളതല്ല പറഞ്ഞത്, ഞങ്ങളുടെ മുന്നണിയോട് മാന്യമായി നിലപാടെടുത്തിട്ടുള്ള മുഴുവൻ നേതാക്കന്മാർക്കും അവരുടെ ഭൂതകാലത്തെ കണക്കിലെടുക്കാതെ സംരക്ഷണം നൽകിയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്കുള്ളത്. നിലപാടെടുത്തു, അതാണല്ലോ സലീം ചൂണ്ടിക്കാണിച്ചത്. ഒരു നിലപാടെടുത്തു, പ്രതിപക്ഷ നേതാവ് ഒരു നിലപാടെടുത്തു. പക്ഷേ ഈ പാതിരാത്രിക്ക് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടത്? തികച്ചും വ്യക്തിപരമായ ഒരു സന്ദർശനം. ഇപ്പൊ ചെറുപ്പക്കാരനാണ്.